ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. രണ്ട് അന്യഭാഷാ വമ്പൻ സിനിമകളെ കുറിച്ചുള്ള വൻ റൂമേഴ്സ് ആണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. അതിലൊന്ന് AA23 എന്ന ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത അല്ലു അർജുൻ നായകനെ എത്തുന്ന അനിരുദ്ധ സംഗീതം നൽകുന്ന ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വൻ പ്രഖ്യാപനം എന്ന സിനിമയെക്കുറിച്ചാണ്. ലോകേഷും അല്ലു അർജുനും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഈ സിനിമ ഈ പ്രോജക്റ്റ് നടക്കില്ല എന്ന രീതിയിലുള്ള റൂമേഴ്സ് ആയിരുന്നു കഴിഞ്ഞ 1-2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിച്ചത്. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. അതുപോലെ ടോക്സിക് എന്ന സിനിമയെക്കുറിച്ച് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നാളെ തിയേറ്ററുകളിലേക്ക് എത്തേണ്ടിരുന്ന പലതവണ തിയേറ്റർ റിലീസ് മാറ്റിവെക്കപ്പെട്ട സിനിമ കൂടിയാണല്ലോ യാഷിന്റെ ടോക്സിക്. ഇപ്പോഴത്തെ സിനിമയുടെ നിലവിലെ ഔട്ട്പുട്ടിൽ യാഷ് ഹാപ്പിയല്ല എന്നും ഇനിയും 100 ദിവസത്തെ ഷൂട്ട് സിനിമയ്ക്ക് വേണ്ടിവരുമെന്നും സിനിമയുടെ റീഷൂട്ട് കാരണം ഇനി അടുത്ത വർഷമായിരിക്കും ടോക്സിക്കിന്റെ റിലീസ് എന്നാണ് തമിഴിലെ പ്രമുഖ മാധ്യമമായ വേലൈ പേജ് അറിയിക്കുന്നത്. എന്തായാലും ടോക്സിക്കിന്റെ അടുത്ത റിലീസ് തീയതി പ്രഖ്യാപനത്തിനായിട്ട് കാത്തിരിക്കാം. മറ്റന്നാൾ ജൂൺ 5-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന പുതിയ മലയാളം സിനിമയാണ് മോളിവുഡ് ടൈംസ്. ബുക്കിംഗ് എല്ലാം തന്നെ ആരംഭിക്കപ്പെട്ട സിനിമയുടെ ട്രെയിലർ എവിടെയെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അതിനുള്ള ഉത്തരം സംവിധായകൻ നൽകിയിരിക്കുന്നു. മോളിവുഡ് ടൈംസ് എന്ന സിനിമയ്ക്ക് ട്രെയിലർ റിലീസില്ല. പറ്റുമെങ്കിൽ ടീസർ കൂടി കാണാതെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് സംവിധായകൻ പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് കാരണം. ടിയാൻ എന്ന പൃഥ്വിരാജ് സിനിമയുടെ സംവിധായകനും റൈറ്ററും വീണ്ടും ഒരുമിക്കുന്ന സിനിമയാണ് അനന്തൻ കാട്. ആര്യ നായകനെ എത്തുന്ന സിനിമ ഈ മാസം ജൂൺ 25-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ഇന്ന് സിനിമയുടെ ഏറ്റവും പുതിയൊരു ചെറിയൊരു ടീസർ കട്ട് വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ടീസറാണ് വന്നിരിക്കുന്നത്. എന്തായാലും സിനിമയുടെ റിലീസിനായിട്ട് കാത്തിരിക്കാം. സൂര്യ 47 എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ജിത്തു മാധവന്റെ സംവിധാനത്തിൽ സൂര്യ നായകനെ എത്തുന്ന സിനിമയുടെ ഷൂട്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ചിത്രത്തിലെ ആക്ഷൻ സീക്വൻസിന്റെ രംഗങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുകയാണ്. ഈ മാസം സിനിമയുടെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് പ്രഖ്യാപനം വന്നേക്കുമെന്നും അതോടൊപ്പം തന്നെ സിനിമയുടെ ടൈറ്റിൽ ഗലാട്ട എന്നാണ് നോക്കിയാണ് നിലവിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന റൂമേഴ്സ്. മമ്മൂട്ടി പ്രധാന റോളിലെത്തുന്ന അടുത്ത അന്യഭാഷാ സിനിമയാണല്ലോ ധനുഷ് നായകനെ എത്തുന്ന D55. സിനിമയിലെ മമ്മൂട്ടി രംഗങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. മമ്മൂട്ടി നിലവിൽ വിദേശ യാത്രയിലാണ് എന്നാണ് റിപ്പോർട്ട്. അതേസമയം ധനുഷ് സിനിമ ഈ വർഷം ഒക്ടോബറിൽ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ പ്ലാൻ ചെയ്യുന്നു. ഗോകുല മൂവീസ് നിർമ്മിച്ച് ലാലേട്ടൻ നായകനെ എത്തുന്ന വിഷ്ണു മോഹൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണല്ലോ L367. അതിമനോഹരത്തിന് ശേഷം ഷൂട്ടിംഗ് ആരംഭിക്കുമോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. എങ്കിൽ പോലും ഈ വർഷം തന്നെ ഒരുപക്ഷെ ഷൂട്ട് നടന്നേക്കുമെന്ന റിപ്പോർട്ടുകളുള്ള ഈ ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ അഡ്വഞ്ചർ സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഷൂട്ടിംഗ് ലൊക്കേഷൻ ജോർജിയ ആയിരിക്കുമെന്നൊരു റിപ്പോർട്ടാണ് വരുന്നത്. 75 ദിവസത്തെ ഷൂട്ട് സിനിമയ്ക്ക് അവിടെയുണ്ട്. മലയാള സിനിമയുടെ അടുത്ത വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയായിട്ടാണ് ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക. കാത്തിരിക്കാം സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് ആരംഭിക്കുമെന്ന് അറിയുവാനായിട്ട്.